നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരതോടെയാണ് ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടത്. ഇവിടെ LGBT രാഷ്ട്രീയത്തെയും ജാതി സെൻസസിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹം പറയുന്നത് താങ്കൾ കണ്ടിട്ടില്ല. RSS വിമർശിച്ച അതേ ഭാഷയിലാണ് താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ഭാരതോടെ യാത്രയെ വിമർശിച്ചത്. അദ്ദേഹം മത്സ്യകർഷകർ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിൽ കടലിൽ ചാടിയത് അങ്ങേക്ക് പ്രശ്നമായി തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ പാർട്ടിയിലെ നികേഷ് കുമാർ കിണറ്റിൽ ചാടിയത് അങ്ങേക്ക് ഒരിക്കലും പ്രശ്നമായി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാദൃശ്യത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളോ താങ്കൾ പ്രശ്നമായി ചിത്രീകരിക്കുന്നത്. അതേസമയം താങ്കളുടെ പാർട്ടി പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്കിനെ കുറിച്ച് താങ്കളുടെ അണികളും താങ്കളുടെ പ്രവർത്തകരും 24 മണിക്കൂർ പുകഴ്ത്തുന്നത് ഒരു പ്രശ്നമായി താങ്കൾ ഒരിടത്തും പറഞ്ഞാൽ ആരും കേട്ടിട്ടില്ല. ഈ സെലക്ടീവ് രാഷ്ട്രീയം ഇതാണോ ഇന്നത്തെ ജനതയ്ക്ക് വേണ്ട രാഷ്ട്രീയം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ താങ്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നവോത്ഥാന നായകനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് വിമർശിക്കാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഒരു മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജമായിട്ടുള്ള നരേറ്റീവാണ് അങ്ങ് ഈ വേദിയിൽ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് മലപ്പുറത്ത് സ്കൂളുകളും കോളേജുകളും പണിയാൻ ചിലർ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ അവകാശം. എന്നാൽ മലപ്പുറത്ത് SNDP കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് ഇത് UDF-ന്റെ കാലത്തെ പ്രശ്നമായിട്ട് ചോദ്യങ്ങൾ സംസാരിച്ചില്ലേ? മാത്രമല്ല, ഇവരെ ചേർത്ത് പിടിച്ച് ഈ അടുത്ത അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയ സമയത്ത് ശ്രീ ശിവൻകുട്ടിയും ചിന്താ ജെറോമും മുകേഷും ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത് താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ളവർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങയുടെ രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് തന്നെ അങ്ങ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഒരു വിരോധവുമില്ല. എൻ്റെ നേരെ നിങ്ങൾ ഉന്നയിച്ചത് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല, ചിലതേ കാണുന്നുള്ളൂ എന്നാണ്. കഴിയാവുന്നത്ര കാര്യങ്ങൾ കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ഒടുവിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ രണ്ടുപേരതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ചെന്തോ പോസ്റ്റ് ഇട്ടു. ഞാൻ ആ പോസ്റ്റൊന്നും കണ്ടിട്ടില്ല. വേറെ ആരും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ അങ്ങേക്കാണ് അങ്ങ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ പരിമിതി ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. കാരണം അദ്ദേഹത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ച് അഭിപ്രായം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അത് കാണാതെ പോയെങ്കിൽ അത് നിർഭാഗ്യകരം. അങ്ങ് കാണാൻ ശ്രമിച്ചാൽ അങ്ങക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ ആരുടെയും പേര് പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിന്നോ പ്രിയങ്ക ഗാന്ധിന്നോ ഒന്നും മൂക്കിൻ്റെയും മുടിയുടെയും സാരിയുടെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേര് പറയാതിരിക്കാനുള്ള ഔചിത്യം കാണിച്ചു. പക്ഷേ അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിന് മറുപടിയായി അങ്ങ് എന്നോട് ചോദിച്ചത്, അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അങ്ങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ അങ്ങ് പറഞ്ഞ ദേശീയ നേതാവിനെ അല്ല വിമർശിച്ചത്. അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച ശൈലി, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങ് തെറ്റായി ധരിച്ചു. ഞാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റായി ധരിച്ചു. ഞാൻ മാധ്യമങ്ങൾ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. പകരം അങ്ങ് എന്നോട് ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് ഞാനാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിച്ച എൻ്റെ ഒരു വാചകമോ എഴുത്തോ നിങ്ങൾക്ക് ഈ നിമിഷം വരെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഊരും പേരുമില്ലാത്തവർ അതിശയോക്തിപരമായി വ്യക്തിപൂജാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കുമില്ല. അങ്ങനെ വ്യക്തിപൂജയുടെ തടവുകാരല്ല ഞങ്ങൾ ആരും. പിന്നെ നിങ്ങൾ യാത്രയെ ഞാൻ വിമർശിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഉപയോഗിച്ച ഒരു വാചകം കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞു ഏതോ ഒരു മാധ്യമത്തിലാണ് ആദ്യം വന്നത്. ആ മാധ്യമം ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ കാരണം, അത് സംബന്ധിച്ച് മലയാള ചാനലുകളിൽ അന്ന് സംപ്രേഷണം ചെയ്ത വാർത്തകളിൽ വലിയ ഊന്നലായിരുന്നു ഇതിന് കൊടുത്തത്. കണ്ടെയ്നർ ഉപയോഗിക്കുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ, അതിൽ വലിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ അതിൻ്റെ ആഡംബരങ്ങളെക്കുറിച്ച്, കണ്ടെയ്നറുകളെക്കുറിച്ചൊക്കെ വാതോരാതെ പുകഴ്ത്തി പറയുന്ന വാർത്തകൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഒരു വിമർശനം എന്ന നിലയിൽ ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ്. ഞാൻ അതിലിപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു. ഒപ്പം ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ മറ്റാരുമാകട്ടെ വിമർശനത്തിന് അതീതനാണ് എന്നൊരു കാഴ്ചപ്പാട് ആരെങ്കിലും മുൻപോട്ട് വച്ചാൽ ജീവനുള്ള നാൾ വരെ അത്തരം ആൾദൈവ സംസ്കാരത്തിന്റെ പിന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയും. രാഷ്ട്രീയത്തിലാണെങ്കിൽ വിമർശനം നേരിടേണ്ടി വരും.
ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവില്ല, അധിക്ഷേപിക്കലാവില്ല, രാഷ്ട്രീയമായ വിമർശനമായിരിക്കും. ആ വിമർശനം ഉയർത്തും. അദ്ദേഹം കടലിൽ പോയി ചാടിയതിനെയല്ല, അദ്ദേഹത്തിന് ചാടാനോ ചാടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഭാവി പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ട ഒരു നേതാവ് ചെയ്ത ഒരു വലിയ സംഭവമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചതിനെയാണ് ഞാൻ എതിർത്തത്. അത്തരം കാര്യങ്ങൾ ആഘോഷമാക്കുന്നതിനെയാണ് ഞാൻ എതിർത്തത്. അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ആ പ്രതികരണം ഇനിയും ശക്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും വിധമുള്ള ആർജവമുള്ള നേതാവായി അങ്ങയുടെ നേതാവ് വളർന്നാൽ എനിക്ക് സന്തോഷമേയുള്ളൂ. രാജ്യം കത്തുമ്പോൾ രാഷ്ട്രപിതാവിന്റെ പേര് മായ്ച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ ദയാവധത്തിന് വിട്ടുകൊടുക്കുമ്പോൾ വിദേശത്ത് BMW ഷോറൂമിൽ കറങ്ങി നടക്കുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നാൽ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ആള് ഞാനായിരിക്കും. ഒപ്പം പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് 150 മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ 86 വയസ്സായ ഒരാൾ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല. സമയം കൃത്യമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇവിടെ വന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.